ഹായ്, നമസ്കാരം. തികച്ചും വേദനയോടുകൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ നമ്മൾക്ക് ഒട്ടേറെ പേർക്ക് അറിയാവുന്ന നമ്മുടെ ക്രിസ്ത്യൻ കോളേജിനടുത്തുള്ള ഡോക്ടർ പ്രേംപ്രകാശിൻ്റെ മരണവാർത്ത ഫേസ്ബുക്കിലൂടെ അറിഞ്ഞു. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റായിരുന്നു. കാരണം എനിക്ക് 2010 ഒരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അങ്ങനെ അലോപ്പതി കാണിച്ചവർ എനിക്ക് സർജറി സജസ്റ്റ് ചെയ്തു. പക്ഷേ ആ സർജറിക്ക് ഞാൻ ബില്ലിങ് അല്ലായിരുന്നു. അങ്ങനെ എൻ്റെ തന്നെ അറിയുന്നൊരു കസ്റ്റമർ ഒരു ഹോമിയോ ചേർമ്പതിലുള്ള മറ്റൊരു ഡോക്ടർ പറഞ്ഞു തന്നു. അദ്ദേഹമാണ് ഈ പ്രേംപ്രകാശ് സാറിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ 3 വർഷത്തെ ചികിത്സ ഞാൻ തേടി. ഇന്നും ഞാൻ സർജറി ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ഒരു വളരെ എന്താ പറയുക, അത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടിയാണ് ഇത് നമ്മളതിന് ആ സർജറിക്ക് വിധേയനാകാതിരുന്നത്. അങ്ങനെ ഹോമിയോ ചികിത്സ നമ്മൾ ചെയ്തു. 3 വർഷത്തോളം ശരിക്കും പറഞ്ഞാൽ ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. വളരെ ഫ്രണ്ട്ലി, വളരെ സിമ്പിളായിട്ട് ഡ്രസ്സ് ചെയ്ത്, വളരെ ഒരു എന്താ പറയുക, നമുക്കവിടെ പോകുമ്പോൾ തന്നെ ഒരു പകുതി ആശ്വാസം വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് അവിടെ പല ഇതിനായിട്ട് പല അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം യാദൃശ്യത്തിൽ ആ പോസ്റ്റ് ഇട്ടൊരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ ആ പോസ്റ്റ് കാണാം. അപ്പം ഒരു നിമിത്തമായിരിക്കും ഒരുപാട് വാർത്തകൾ കടന്നു പോകുന്നു. പക്ഷേ എന്തുകൊണ്ടോ മനസ്സിൽ 3 വർഷം ഞാൻ അദ്ദേഹത്തിന്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 5-6 മാസമായിട്ട് ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുള്ളൂ. കാരണം എപ്പോഴെങ്കിലും ഒരിക്കൽ പോയിട്ട് പിന്നെ ഞാൻ പോയില്ല. 3 വർഷം കഴിഞ്ഞ് ഞാൻ തന്നെ നിർത്തിയത്. ഇങ്ങനെ MRI ഒക്കെ എടുത്ത് അതിൽ ഗ്രോത്തൊക്കെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ തന്നെ 3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തിയതാണ്. പക്ഷേ ഏതായാലും അദ്ദേഹത്തിന് പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു.